വിനേഷ് ഫോഗട്ടിന് ഏഷ്യൻ ഗെയിംസിന് യോഗ്യതയില്ല. യോഗ്യതാ റൗണ്ടിലെ സെമിയിൽ വിനേഷ് തോറ്റു. സുപ്രീം കോടതി അനുമതിയോടെയായിരുന്നു വിനേഷ് മത്സരത്തിനെത്തിയത്. റെസ്ലിംഗ് ഫെഡറേഷൻ ഗുണ്ടകളുടെ കയ്യിലാണെന്നും ഇപ്പോഴും പൊരുതി നിൽക്കാൻ കഴിയുന്നതിൽ അഭിമാനമുണ്ടെന്നും വിനേഷ് ഫോഗട്ട് പറഞ്ഞു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, വിനേഷ് ഫോഗട്ട് ഏഷ്യൻ ഗെയിംസിന് യോഗ്യതയില്ല, യോഗ്യതാ റൗണ്ടിൽ സെമിയിൽ തോറ്റുവെങ്കിലും അവിടെ മത്സരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വലിയ വിജയം. റെസ്ലിംഗ് ഫെഡറേഷനെതിരെ പൊരുതി അവിടെ മത്സരിച്ചു എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ, അല്ലേ? അനൂപ്, നീണ്ട ഒരു പോരാട്ടമാണ് വിനേഷ് ഫോഗട്ട് ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക്, ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലേക്ക് എത്തും മുമ്പ് തന്നെ നടത്തിയത്. മുഴുവൻ വ്യവസ്ഥയോട് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വിനേഷ് മത്സരിക്കുന്നത് ഒഴിവാക്കാൻ മാനദണ്ഡങ്ങളിൽ പോലും മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അതിനെതിരെ ഡൽഹി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നടത്തിയ നിയമ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അനുമതിയുമായാണ് ഈ മാറ്റിലേക്ക് വിനേഷ് ഫോഗട്ട് എത്തിയത്. എന്നാൽ ഇവിടെയും അധികൃതർ, സംഘാടകർ വിനേഷിനെതിരെ പരമാവധി ശ്രമങ്ങൾ ഈ മാറ്റിനകത്തു പോലും നടത്തി. ആദ്യ മത്സരത്തിൽ അനായാസം വിജയം നേടിയ വിനേഷ് ഫോഗട്ട് രണ്ടാമത്തെ മത്സരത്തിൽ ഹരിയാനയുടെ തന്നെ നിഷുവിനോട് കഷ്ടിച്ചാണ് വിജയിച്ചത്. അവസാന ഘട്ടത്തിലാണ് വിനേഷ് മുന്നിലേക്ക് കയറി വന്നത്. എന്നാൽ മൂന്നാമത്തെ മത്സരം അത് ഏറെ കടുത്ത മത്സരമായിരുന്നു. ഈ രണ്ടാം മത്സരത്തിലും മൂന്നാം മത്സരത്തിലും 2 തവണയാണ് അപ്പീലുകൾ പോയത് എതിർ താരങ്ങൾ. എന്നാൽ വിനേഷിന് അനുകൂലമായി വിധി വന്നെങ്കിലും ഇത് സംഘാടകർ ഉൾപ്പെടെ ഈ എതിരാളിക്ക് വേണ്ടി കൈയടിക്കുന്നത് തനിക്ക് കാണാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷൻ, നിലവിലെ അധ്യക്ഷൻ സഞ്ജയ് സിംഗ് അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. വിനേഷിന്റെ മത്സരം ഒഴിവാക്കാൻ പരമാവധി നീക്കങ്ങൾ നടത്തിയത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു. മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ തൊട്ടടുത്ത കൂട്ടാളിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് നീതി ലഭിക്കില്ല ഈ പുതിയ അധ്യക്ഷന്റെ കീഴിൽ എന്ന് വിനേഷ് ഫോഗട്ട് അടക്കമുള്ള താരങ്ങൾ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നതാണ്. എന്തായാലും ഇത്തവണയും ഒരു താരവും നേരിടേണ്ടി വരാത്ത തരത്തിലുള്ള തടസ്സങ്ങൾ വിനേഷിന് നേരിടേണ്ടി വന്നു. ഇന്ന് രാവിലെ മത്സരിക്കാൻ എത്തിയ ഘട്ടത്തിലും വെയിങ്, അതായത് തൂക്കം കൊടുക്കുന്ന ആദ്യ നടപടിക്രമത്തിൽ തന്നെ വിനേഷ് 50 കിലോ വിഭാഗത്തിലെ മത്സരിക്കാനാകൂ എന്ന നിലപാട് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്വീകരിച്ചിരുന്നു. കഴിഞ്ഞ 3 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ വിനേഷ് 50 കിലോ വിഭാഗത്തിലാണ് മത്സരിച്ചത് എന്നതിനാൽ തന്നെ ഇത്തവണയും 50 കിലോ വിഭാഗത്തിലെ മത്സരിക്കാവൂ എന്നായിരുന്നു നിലപാട്. ഇതിനെതിരെ വിനേഷ് ഏറെ തർക്കിച്ചു. ഒടുവിലാണ് വഴങ്ങിയത്. 53 കിലോ വിഭാഗത്തിൽ മത്സരിക്കാൻ ഒടുവിൽ അംഗീകരിക്കുകയായിരുന്നു റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. തുടർന്നാണ് ഈ മത്സരം ഉണ്ടായത്. എന്തായാലും തൻ്റെ പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വിനേഷ് വ്യക്തമാക്കുന്നത്. ഈ മത്സരം കഴിഞ്ഞ് മാറ്റിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പായി തന്നെ വിനേഷ് ഫോഗട്ട് പറഞ്ഞത് താൻ മടങ്ങി വരും എന്നായിരുന്നു. തുടർന്നാണ് പുറത്ത് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിലും താൻ മുഴുവൻ വ്യവസ്ഥിതിയോടാണ് താൻ പൊരുതിയത് എന്നും താൻ മത്സരിക്കുമ്പോൾ സംഘാടകർ പോലും എതിരാളികൾക്ക് വേണ്ടി കൈയടിക്കുന്നത് കാണാമായിരുന്നു എന്നും ഇപ്പോഴും ഈ ഗുസ്തി ഫെഡറേഷൻ അത് ഗുണ്ടകളുടെ കയ്യിലാണ് എന്നുമുള്ള പ്രതികരണം വിനേഷ് ഫോഗട്ട് നടത്തി. ഈ മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ പോലീസ് ഇടപെടൽ നടത്തിയിരുന്നു. മാധ്യമങ്ങളെ മാറ്റാൻ ഡൽഹി പോലീസ് ശ്രമിച്ചിരുന്നു ആ ഘട്ടത്തിൽ. എന്നാൽ വിനേഷ് ഫോഗട്ട് തനിക്ക് പറയാനുണ്ട് എന്നും മാധ്യമങ്ങളോട് താൻ സംസാരിച്ചോളാം എന്നും അറിയിക്കുകയായിരുന്നു. പോലീസിനോട് അവിടെ നിന്നും പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു വിനേഷ് ഫോഗട്ട്. തുടർന്നാണ് മാധ്യമങ്ങളെ കണ്ടത്. ദീർഘനേരം തന്നെ മാധ്യമങ്ങളോട് വിനേഷ് ഫോഗട്ട് സംസാരിച്ചു. താൻ തോറ്റിട്ടില്ല എന്നും മുഴുവൻ സംവിധാനത്തോടാണ് താൻ പൊരുതിയത് എന്നുമാണ് വിനേഷ് ഫോഗട്ട് വ്യക്തമാക്കിയത്. എന്തായാലും താൻ ഇനിയും മത്സരരംഗത്തുണ്ടാകുമെന്ന് വിനേഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അത് ഏത് മത്സരത്തിൽ എന്ന വ്യക്തത വരുത്തിയിട്ടില്ല. മേഖലയിൽ തന്നെ, ഗുസ്തി മേഖലയിൽ തന്നെ തുടരുമെന്നും വിനേഷ് അറിയിച്ചിരിക്കുന്നു. എന്തായാലും പോരാട്ടം തുടരാൻ തന്നെയാണ് വിനേഷിന്റെ തീരുമാനം. തന്നെയാണ് രാഷ്ട്രീയം കളിക്കുന്ന വ്യവസ്ഥിതിയോട് പൊരുതി ജയിച്ച വിനേഷ് ഫോഗട്ട്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.